കടൽ പുറമ്പോക്കാണ് സാർ. ഇതൊരു വളരെ സീരിയസ് ആയ പ്രശ്നമാണ്. കടൽ പുറമ്പോക്ക് എന്ന പേര് രേഖപ്പെടുത്തിയാൽ പിന്നെ ആ പുറമ്പോക്കിലേക്ക് ആർക്കും ഭൂമി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന വിധത്തിലാണ് നേരത്തെ നമ്മുടെ വകുപ്പുകളും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ പെരുമാറിയിരുന്നത്. സാർ, ഞങ്ങൾ ഈ പ്രശ്നം പട്ടയ മിഷന്റെ ഭാഗമായി പരിശോധിച്ചപ്പോൾ 1964 ഭൂപതിവ് ചട്ടത്തിന്റെ 11.2.5 പ്രകാരവും കേരള മുനിസിപ്പൽ ഭൂപതിവ് ചട്ടത്തിന്റെ 6.2.5 പ്രകാരവുമാണ് കടൽ തീരത്തിനടുത്ത് ഉയർന്ന സമുദ്രനിരപ്പിലെ 30.480 മീറ്ററിനുള്ളിലുള്ള സ്ഥലം പതിച്ചു കൊടുക്കാൻ പാടില്ല കടൽ പുറമ്പോക്കായി. ഏതാണ്ട് 100 അടി വരും സാർ. ഇതിന്റെ പേരിൽ കടൽ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തി ഒരു സ്ഥലവും പതിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം അല്ല ഉണ്ടായിട്ടുള്ളത്. കടൽക്ഷോഭത്തിനുള്ള സാധ്യതകളും പ്രദേശത്തിന്റെ പ്രത്യേകതകളും പരിശോധിച്ച ശേഷം കടൽ പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് ഈ നേരത്തെ പറഞ്ഞ ചട്ടങ്ങളിലെ ദൂരപരിധിക്ക് പുറത്തുള്ളവയാണെങ്കിൽ അവയ്ക്ക് കൊടുക്കാം എന്ന നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ എടുക്കുന്നത്. അതിന് ഭാഗമായി ഇങ്ങനെ സർവേ ചെയ്ത് ഭൂമിയുടെ കടലിലെ ഏറ്റവും സമുദ്രത്തിലെ ഉയർന്ന ജലനിരപ്പുമായി ബന്ധപ്പെട്ട വ്യത്യാസം പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ തുടക്കം എന്ന നിലയിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിലെ പള്ളിത്തോട്ടം അനുഗ്രഹ നഗർ, സെഞ്ചുറി നഗർ എന്നിവിടങ്ങളിൽ കടം പുറമ്പോക്ക് താമസിച്ച മത്സ്യത്തൊഴിലാളികളുടെ ഏതാണ്ട് 30 വർഷത്തോളമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ച് 250-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് 3-ാം വർഷത്തിന്റെ ഭാഗമായിട്ടുള്ള 100 ദിന പരിപാടിയിൽ പെടുത്തി ഒക്ടോബറിനകത്ത് പട്ടയം നൽകും എന്ന കാര്യം സഭയെ അറിയിക്കാനായി അവസരം ഉപയോഗിക്കും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സാർ, അങ്ങ് ഈ ദുരന്ത നിവാരണവുമായിട്ട് കൂടി ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണ് എനിക്കൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ വീട് നന്നാക്കുന്നതിന് വേണ്ടി 60,000 രൂപ